Hi students, welcome to my channel Learn with Revati. നമുക്കിന്ന് ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ട് നോക്കാം. നാളെയാണ് പരീക്ഷ. അപ്പോൾ ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ടും സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടും ഞാൻ ക്ലാസ് ഇടാമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് തിരക്കിലായിപ്പോയി. എന്നാലും പരീക്ഷയ്ക്ക് മുമ്പേ ആയിട്ട് ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും 2 ക്ലാസ് ഇട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നോക്കാം. ആര്യഭടൻ, അതുപോലെ ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യൻ, അതുപോലെ ശ്രീനിവാസ രാമാനുജൻ, യൂക്ലിഡ്, പൈതഗോറസ്, ഇത്രയും പേരെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത് 3 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് 3 ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ പേരെഴുതൂ, ഒരാളെ കുറിച്ച് വിശദീകരിക്കൂ എന്ന രീതിയിലാണ് വരാറുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ആര്യഭടനെ കുറിച്ച് നോക്കാം. പുരാതന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭടൻ. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു പുരാതന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭടൻ. പൈയുടെ മൂല്യം നമ്മൾ ഓൾറെഡി ആര്യഭടീയം എന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. അതുപോലെ പൈയുടെ മൂല്യം 3.1416 ആണെന്ന് അദ്ദേഹം കണക്കാക്കി. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ത്രികോണമിതിയിലെ സൈൻ എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. ആര്യഭടീയം എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതണമെങ്കിൽ പേരിന്ന് തന്നെ ഓർത്തു വെക്കേണ്ടത് എന്താ? ആര്യഭടീയം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥം. നെക്സ്റ്റ് പൈനെ കുറിച്ച് ഓർക്കുക. ഞാൻ മുന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സിലാണെന്ന് തോന്നുന്നു, 1 വേർഡ്സിൽ പറഞ്ഞിരുന്നു. ആര്യഭടനാണ് പൈയുടെ മൂല്യം. പൈയുടെ ഏകദേശ മൂല്യം 3.1416 ആണെന്ന് പറഞ്ഞിരുന്നു. ആരാണ് കണക്കാക്കിയത്? ആര്യഭടനാണ്. അതുപോലെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചു. ത്രികോണമിതിയിലെ സൈൻ എന്ന ആശയത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. അടുത്തതാണ് ബ്രഹ്മഗുപ്തൻ. പ്രശസ്ത ഗണിത ജ്യോതിശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്തന്റെ സംഭാവനകൾ. അടുത്തതായി നമുക്ക് ബ്രഹ്മഗുപ്തന്റെ സംഭാവനകൾ നോക്കാം. പ്രശസ്ത ഗണിത ജ്യോതിശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്തന്റെ സംഭാവനകൾ. അപ്പൊ ബ്രഹ്മഗുപ്തനും പ്രശസ്തനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. ഗണിതശാസ്ത്രജ്ഞൻ മാത്രമല്ല, ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണ്. ആര്യഭടനെ പോലെ. ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന ഗ്രന്ഥം രചിച്ചു. പൂജ്യത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിച്ചു. പൂജ്യത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിച്ചു. ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന ഗ്രന്ഥം രചിച്ചു. ബീജഗണിതത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. ഋണസംഖ്യകളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകി. അപ്പൊ ബ്രഹ്മഗുപ്തന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സംഭാവനകളെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന ഗ്രന്ഥം, അതുപോലെ പൂജ്യം ഉപയോഗിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങൾ വേണമെന്ന്, അല്ലെങ്കിൽ പൂജ്യത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിച്ചു. ബീജഗണിതത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. അതുപോലെ തന്നെ ഋണസംഖ്യകളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകി. നെക്സ്റ്റ് ഭാസ്കരാചാര്യൻ. പ്രധാന കൃതികൾ ഓർത്തു വെക്കുക. ലീലാവതി, അതുപോലെ ബീജഗണിതം. ലീലാവതി, ബീജഗണിതം എന്നിവയാണ് പ്രധാന കൃതികൾ. ഭാസ്കരാചാര്യൻ എന്ന ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് ഓർക്കുമ്പോൾ ലീലാവതി മറക്കരുത്. ആര്യഭടൻ ആര്യഭടീയമാണ്. അതേപോലെ ബ്രഹ്മഗുപ്തനാണെങ്കിൽ ബ്രഹ്മസ്ഫുട സിദ്ധാന്തമാണ്. ഗണിത പ്രശ്നങ്ങൾ കവിതാരൂപത്തിൽ അവതരിപ്പിച്ച അദ്ദേഹം ബീജഗണിതം, ജാമിതി എന്നിവയിൽ വലിയ സംഭാവനകൾ നൽകി. ഗണിത പ്രശ്നങ്ങൾ ഒരു കവിതയുടെ രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്തിനാണ്? രസകരമായ ആകർഷണമായ രീതിയിൽ പഠിക്കാൻ അല്ലെങ്കിൽ പഠനം സാധ്യമാക്കാനും മനസ്സിലാക്കാനാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ അത് രചിച്ചേക്കുന്നത്. ബീജഗണിതം, ജാമിതി എന്നിവയിൽ വലിയ സംഭാവനകൾ നൽകി. നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വളരെ ഷോർട്ടായിട്ടാണ് തന്നേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ശ്രീനിവാസ രാമാനുജൻ. നെക്സ്റ്റ് ശ്രീനിവാസ രാമാനുജനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാം, രാമാനുജന്റെ ജന്മദിനമായിട്ടുള്ള ഡിസംബർ 22-ാം തീയതി ദേശീയ ഗണിത ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഇതൊക്കെ തനിയെ എഴുതി വെക്കാം. തമിഴ്നാട്ടിൽ ജനിച്ച ലോക പ്രശസ്തനായ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ ആര്?
ശ്രീനിവാസ രാമാനുജൻ. സംഖ്യാസിദ്ധാന്തം, അനന്ത ശ്രേണികൾ, വിഭജന സിദ്ധാന്തം എന്നിവയിൽ വലിയ സംഭാവന നൽകി GH ഹാർഡിയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിത ദിനമായി ആചരിച്ചു. അതുപോലെ തന്നെ 6174 എന്ന് പറയുന്ന രാമാനുജൻ സംഖ്യയെ കുറിച്ചിട്ടും 6174 കപ്രേക്കർ സംഖ്യയായിരുന്നു. 1729 രാമാനുജൻ സംഖ്യയാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ 22 തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനം. അതാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. കൂടാതെ തമിഴ്നാട്ടിൽ ജനിച്ച ലോകപ്രശസ്തനായ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ സംഖ്യാസിദ്ധാന്തം, അനന്ത ശ്രേണികൾ, വിഭജന സിദ്ധാന്തം എന്നിവയിലൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂക്ലിഡിലേക്ക് വരുമ്പോൾ ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ജാമിതി അല്ലെങ്കിൽ ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂക്ലിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. എലമെന്റ്സ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചു. എലമെന്റ്സ് എന്ന ഗ്രന്ഥം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് യൂക്ലിഡിൻ്റെതാണ്. ജാമിതി വികസിപ്പിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചു. എലമെന്റ്സ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചു. ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പൈതഗോറസിലേക്ക് എത്തുമ്പോൾ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ പൈതഗോറസ് സിദ്ധാന്തം ആവിഷ്കരിച്ചു. A² + B² = C² എന്നൊരു രൂപരേഖ തന്നേക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ ഉണ്ട്. ഇതിന്റെ ഒരു പിക്ചർ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. പൈതഗോറസ് സിദ്ധാന്തത്തിന്റെ ഗുണന ധർമ്മങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തി പൈതഗോറസ് സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനാണ് പൈതഗോറസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരാളുടെ ഒരു ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടായിരിക്കും എഴുതാൻ പറയാറുള്ളത്. ബാക്കി നെയിംസ് ആയിരിക്കും എഴുതാൻ വരാറ്. സാധാരണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടതെല്ലാം ഇങ്ങനെയാണ്. ഞാനും പരീക്ഷ എഴുതിയിട്ടുള്ളതാണ്, അതാണ് എനിക്കറിയാം. എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്? 3 ഗണിതശാസ്ത്രജ്ഞന്മാരുടെ പേരെഴുതൂ, ഒരാളെ കുറിച്ച് വിശദീകരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് വിശദീകരിക്കും എന്നൊക്കെയാണ് വരാറ് ക്വസ്റ്റ്യൻ. ഇനി അങ്ങനെ ആരെങ്കിലും കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോഫ്റ്റ്വെയറുകളുടെ ഗണിത സോഫ്റ്റ്വെയർസിൻ്റെ വീഡിയോ അത് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്